വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിൽ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെറ്റ്സ് പ്ലേ സീരീസ് സീസൺ 5 ആണോ 6 ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. സീസൺ അല്ല, എപ്പിസോഡ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളിന്ന് അയൺ ഫാം ഉണ്ടാക്കാനാണ് വന്നത്. അപ്പോൾ അയൺ ഫാമിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വില്ലേജസിന് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 20 വില്ലേജസ് വേണം. ഇത് ബെഡ് റോക്ക് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ ഇനി 20 വില്ലേജസോളം വേണം, ജാവയല്ല. ഓക്കെ, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് ബെഡ് മാത്രമാണ് ഈ വട്ടം. കാരണം വെച്ചാൽ നമുക്ക് ഗ്രാവൽ ഫിൻഡർ സ്റ്റീൽ ഉണ്ടാക്കാനുള്ള ഗ്രാവൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയായിരുന്നു. അവിടെ മൊത്തം സ്റ്റോൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഗ്രാവൽ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ ടേബിൾ ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഇവിടെ മൊത്തം സ്റ്റോൺ ആയിരുന്നു. അപ്പം ഞാൻ വെറൈറ്റിക്ക് വേണ്ടി ഡേറ്റ് മൊത്തം വെച്ചു, അല്ലെങ്കിൽ ഫുള്ള് സ്റ്റോൺ ബിൽഡ് ആയി പോകുമെന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആദ്യം ഇട്ട വീഡിയോയിലാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിരുന്നു അയൺ ഫാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്ത് സെറ്റ് ചെയ്യാനൊരു മടി, ആ സൈഡിലേക്ക് ആക്കാൻ കരുതി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട് അവിടെയാണ് വരിക, നമ്മുടെ വീട് അവിടെയാണല്ലോ. അപ്പോൾ അവിടുന്ന് റേഞ്ച് കിട്ടുന്നത് കുറച്ചും കൂടെ റേഞ്ച് നല്ല രീതിയിൽ കിട്ടി. അയൺ ഫാം 24 hours നമ്മൾ കളിക്കുമ്പോഴൊക്കെ വർക്കാവുമെന്ന് പ്രതീക്ഷയുള്ളത് എനിക്ക് ഇവിടെയാണ്. അവിടെ വലിയ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വേറെ റേഞ്ച് കിട്ടുമോയെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത്. പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് ആക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇവിടെയും അതെ, നമ്മൾ ഇവിടെ നമ്മൾ കുഴിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ലായിരുന്നല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ കൂടി. ഓക്കെ, ഇതാണ്ട് ഇവിടെ കുഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അയൺ മൈനിങ്ങിനോ എന്തിനാണ്ട് വന്ന ഒരു കേവ് ഉണ്ട്. ആ കേവിൽ മൊത്തം നമ്മൾ ടോർച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും അവിടെ അയൺ ഗോളം സ്പോണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ മൊത്തം നമ്മൾ ഡേറ്റ് ഇട്ടോ അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും സ്റ്റോൺ സ്ലാബ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വുഡ് സ്ലാബ് ഉണ്ടാക്കിയിട്ടോ എങ്ങനെയെങ്കിലും നമ്മൾ സ്പോൺ റൂഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇച്ചിരി മെനക്കേടാണ്. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടെ എളുപ്പം ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇത് മൊത്തം ഡേറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഞാൻ വില്ലേജസിനെ ഇവിടം വരെ എത്തിച്ചേ എന്നുള്ളൊരു ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ ഒന്ന് സ്റ്റോൺ എന്നൊക്കെ ബോട്ട് ആൻഡ് ലീഷാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നമ്മൾ അയൺ വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം ഗൈസ്, ഞാൻ കുറച്ചായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഞാൻ ഇട്ട വീഡിയോസുകളൊന്ന് ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു റെയിൽ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മൈൻകാട്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി. മൈൻകാട്ട് വീട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ മൈൻകാട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ തള്ളിക്കഴിയുമ്പോൾ ഒരു വില്ലേജർ കയറിയിട്ട് അതുകൊണ്ട് ഇവിടെ വരെ എത്തിക്കിട്ടും. ഇവിടെ നമ്മൾ വുഡ് സ്റ്റോൺ വെച്ചിട്ട് ഫുള്ള് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ബോട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെയായിട്ട് നമ്മൾ ബോട്ട് പ്ലേസ് ചെയ്യും. ഇവിടെയായിട്ട് ബോട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടുന്ന് വരുന്ന മൈൻകാട്ട് ഇവിടെ വന്നിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ മൈൻകാട്ട് നമ്മളങ്ങ് പൊട്ടിക്കുമ്പോൾ വില്ലേജർ ഈ ബ്ലോക്കിൽ കാല് കുത്തുകയും ചെയ്യും. അതിൻ്റെ അപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വില്ലേജർ കയറിയിരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ ഒരെണ്ണത്തിനെയും കൂടെ അതേപോലെ കയറ്റി ഇവിടെ എത്തിയപ്പോൾ മൈൻകാട്ട് പൊട്ടിച്ച് വീണ്ടും ഒരെണ്ണത്തിന് കൂടെ കയറ്റി. അപ്പോൾ 2 പേരെ കയറ്റി. അത് കഴിഞ്ഞിട്ട് ലീഷ് വെച്ചിട്ട് ബോട്ടിൽ കുടുക്കിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൂടില്ല, ആ കൂട്ടിലേക്ക് ഇട്ടു. അങ്ങനെ 20 വില്ലേജസ് ഇട്ടു. 20 വില്ലേജസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമുക്ക്
ഇവിടെ വന്ന് എടുക്കേണ്ട കേസിട്ടേ ഉള്ളൂ. ഒരു 100 ബ്ലോക്ക് 100-150 ബ്ലോക്ക് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബെഡ് റോക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, നമ്മൾ ജാവ പോലെയല്ല. ജാവയിൽ നമുക്ക് അടുപ്പിച്ച് അയൺ ഫാം ആണെങ്കിലും മെറീൻ ഫാം ആണെങ്കിലും ഒക്കെ എത്രയോ 6 ബ്ലോക്ക് 7 ബ്ലോക്ക് അങ്ങോട്ട് മാറിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബെഡ് റോക്കിൽ 100 ബ്ലോക്ക് 150 ബ്ലോക്കൊക്കെ മാറിയാലാണ് ഓരോ ഫാമുകൾ വർക്കാവുള്ളൂ. വില്ലേജസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫാമുകൾ വർക്കാവണമെങ്കിൽ 100 ബ്ലോക്ക് 150 ബ്ലോക്കോളം മാറണം കേസ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസിട്ടാണ് ബെഡ് റോക്കിൽ. അതൊക്കെ ഫാമുകളുടെ കാര്യത്തിൽ ബെഡ് റോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ ബെഡ് റോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജാവയാണ് ഇച്ചിരി കൂടെ എളുപ്പം തോന്നുന്നു. ബെഡ് റോക്ക് എൻഡർമാനെ ആണെങ്കിലും ബെഡ് റോക്കിലാണ് കൊല്ലാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. അല്ല സോറി, അത് ജാവയിലാന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊരു 5 ബ്ലോക്കിൻ്റെ ഒരു ചെറിയൊരു മാർക്കിട്ട് വെച്ചായിരുന്നു കേട്ടോ. 1 2 3 4 5. ഓക്കെ, 5 to 5 ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സമചതുരം എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തേക്കാം. വായി കിട്ടുന്നില്ലല്ലോ കൊടുത്തേക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അയൺ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഒരു ടൈം ലാപ്സ് പോലെയാണ് ഈ വീഡിയോയിൽ കാണിക്കുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ലെസ് പ്ലേ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് തീർക്കണമല്ലോ. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അതേപോലെ ഞാൻ കണ്ട ആളുടെ ലിങ്കും ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ വെക്കാൻ പറ്റുവാണെങ്കിൽ അതും വെക്കാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും തുടങ്ങിയല്ലോ പരിപാടി. അപ്പോൾ ലെറ്റ്സ് ഗോ.
invincible. ഗൈസ്, അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അഥവാ അതിനുള്ളിൽ തന്നെയാണ് അയൺകോളം സ്പോൺ ആവുള്ളൂ, എന്നാൽ പോലും അഥവാ അയൺകോളത്തിനെങ്ങാനും ഇവിടെ സ്പോണാൻ തോന്നിക്കഴിഞ്ഞാൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പോൺ പ്രൂഫ് ചെയ്യുന്നത് കേട്ടോ. ഇത് വലിയ റിസ്ക് എടുക്കണ്ടല്ലോ. ഒരു 6x6 കേട്ടോ, 6x6. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 6x6 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ അയൺകോളം സ്പോണാൻ മതി നോക്കണം. അതുപോലെ ഇവിടുത്തെ ഈ റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം, ചെറിയൊരു ഡെക്കറേറ്റിങ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്കൊരു അയൺ ടൂൾസും ആൻഡ് അയൺ ആർമൻസും ഉണ്ടാക്കാമല്ലോ. അതും കൂടെ ചെയ്യാമല്ലോ. ഇതിനകത്ത് 2 കാര്യം നടക്കുമല്ലോ, ഒരു വീഡിയോയിൽ 2 കാര്യം നടക്കുമല്ലോ, അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ പരിപാടി നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നും ഞാൻ ആക്കിയില്ലേ. സാധനങ്ങൾ ആക്കിയിരുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ എനിക്ക് ചെയ്ത് വിടാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാധനം ആക്കിയില്ല. സാധനം എന്ന് പറയാൻ വലിയ സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. സ്റ്റോൺ ബ്രിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. സ്റ്റോൺ ബ്രിക്ക് വെച്ച് തട്ടിക്കൂട്ടിയാൽ മതി. വേണമെങ്കിൽ ഒരു ചെറിയ ബിൽഡിംഗ് എന്തെങ്കിലും കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മൾ അവിടെയാണ് നമ്മുടെ ബ്രീഡിംഗ് ഫാം അത്യാവശ്യം നല്ലൊരു ബിൽഡാണ് നമ്മൾ ചെയ്തത്. അതേപോലെ ഒരു ചെറിയ ബിൽഡ് ഇതിൻ്റെ ചുറ്റും ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മുടെ അയൺ ഫാം ജാവേല പോലത്തെ അല്ല ഇത്. അതാണ് ജാവേലാണെങ്കിൽ പൊക്കത്തൂടെ ബിൽഡ് ചെയ്താലും വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. ഇത് പൊക്കത്തൂടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡ് ചെയ്തത് ഇപ്പോൾ എന്തെങ്കിലും വീടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പൊക്കത്തായിരിക്കും ചിലപ്പോൾ അയൺകോളം സ്പോണാവുക. ബെഡ് റോക്കിൻ്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല വയസ്സ്. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തൂടെ ഒന്നും ഉണ്ടാക്കി നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തും സ്പോൺ പ്രൂഫ് ചെയ്ത് അത്ര സൂക്ഷ്മമായി ചെയ്യേണ്ടി വരും. അപ്പോൾ ചെറിയ ബിൽഡ് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് റൂം ചെറുതായിട്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും ചെയ്യുക. ഇച്ചിരി ചേഞ്ചിങ്ങിന് ചിലപ്പോൾ ഞാൻ പ്രോസും കൂടെ യൂസ് ചെയ്യും. പ്രോസും സ്റ്റോണും കൂടെ യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യും. ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ 2x1 2 3 4 4x2 ആണല്ലോ കേസ്. അപ്പോൾ അത്ര ഉള്ള ഒരു ചെറിയ റൂമല്ലേ. അപ്പോൾ അത്ര നടക്കലുണ്ടാവും തോന്നുന്നു. എനിവേ എന്താണെങ്കിലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ചുമ പിടിച്ചു വെച്ചേക്കാം. ശരി എന്നാൽ.